HP Get എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയ ഒരു ടോപ്പിക്കുമായാണ്, ടൈമർ സ്വിച്ച്. നമുക്ക് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിലൊരു ടൈമർ സ്വിച്ച് ഉണ്ടാക്കിയെടുക്കാന്നുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ നമുക്ക് ടൈമർ സ്വിച്ചിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസുകൾ പരിചയപ്പെടാം. നമുക്കൊരു 12 വോൾട്ട് റിലേ ആവശ്യമാണ്. അത് നിങ്ങൾക്ക് ഓൺ ചെയ്യുന്ന ഉപകരണത്തിന് ആംബിയറിനനുസരിച്ച് നിങ്ങൾക്ക്, ഞാനിവിടെ യൂസ് ചെയ്തത് 15 ആംബിയറാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പല ആംബിയറിലും നിങ്ങൾക്ക് റിലേ സ്വിച്ച് ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് BC 547 ട്രാൻസിസ്റ്ററാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു കപ്പാസിറ്ററാണ്. 1000 UF 16 വോൾട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ടൈമിൻ്റെ സെറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂട്ടുക കുറയ്ക്കുക ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു ബട്ടൺ സ്വിച്ച് ആവശ്യമാണ്. ഒരു 47K റെസിസ്റ്റൻസ് നമുക്ക് ആവശ്യമാണ്. 47K റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്ത ഡയോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് RL 207 ഡയോഡാണ്. അതാണ് ഇതിൻ്റെ നമ്പർ വരുന്നത്, RL 207. അത് നിങ്ങൾക്ക് IN 1N 4007 യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈമർ സ്വിച്ചിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വരുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലാണ് നെഗറ്റീവ് സപ്ലൈ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പോസിറ്റീവ് സപ്ലൈ കൊടുക്കേണ്ടത് സ്വിച്ചിൻ്റെ ഈ ഒരു ഭാഗത്താണ്, റിലേൻ്റെ ഈ ഒരു ഭാഗത്താണ് വരിക. അപ്പോൾ 12 വോൾട്ട് നമുക്ക് ഇൻപുട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത്. അതുപോലെ തന്നെ 9 വോൾട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് എൻ്റെ ടൈമിൻ്റെ ചെറിയൊരു ഡിലേ വരും. 9 വോൾട്ട് കൊടുത്താൽ ചിലപ്പോൾ നേരത്തെ ഇത് ഓഫാവും. അതുപോലെ തന്നെ നമുക്ക് 12 വോൾട്ട് കൊടുത്താൽ ഒരു കുറച്ച് സെക്കൻഡ് കൂടി അധികം ടൈമിങ് കിട്ടുന്നതാണ്. ഓക്കെ, അതിൻ്റെ വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടൈമിങ് വരിക. അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ട പിന്നെ റിലേയുടെ ഈ ഒരു ഭാഗത്താണ് വരിക. ഒരു ഈ ലഗുവാണ്, ഒന്ന് ഈ ലെഗിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്, ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് സ്വിച്ചായിട്ട് ടൈമർ സ്വിച്ചിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഉദ്ദേശിച്ച ഉപകരണങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. സ്വിച്ചായിട്ട് ഇത് പ്രവർത്തിക്കും. നമ്മൾ ലോഡ് കൊടുക്കേണ്ട സർക്യൂട്ട് ഡയഗ്രാം ഇത് റിലേ വഴിയാണ് ഇത് വരുന്നത്. ന്യൂട്രൽ ഇവിടെ കൊടുത്ത്, ന്യൂട്രൽ നമ്മൾ നേരിട്ട് ബൾബിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഹോം അപ്ലയൻസസ് ലോഡിലേക്ക് നമ്മൾ നേരിട്ട് ന്യൂട്രൽ കൊടുക്കും. അതുപോലെ തന്നെ ഫേസ് നമ്മൾ ഈ സ്വിച്ചിലൂടെ റിലേ സ്വിച്ച് വഴിയാണ് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിതിലൂടെ 12 വോൾട്ട് അല്ലെങ്കിൽ 9 വോൾട്ട് നമ്മുടെ ഈ സ്വിച്ച് വഴി, ഇതൊരു ബട്ടൺ സ്വിച്ചാണ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ഓൺ ആക്കുമ്പോൾ ഈ ഒരു സ്വിച്ച് വഴി 47K റെസിസ്റ്റൻസ് വഴി ബേസിലേക്ക് 9 വോൾട്ട് നമ്മൾ കൊടുക്കുന്ന 9 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് എത്തുകയും, അതുപോലെ തന്നെ ഈ ഒരു കപ്പാസിറ്ററിൽ അത് സ്റ്റോർ ആവുകയും ചെയ്യുന്നു. ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വഴിയാണ് നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഇവിടെ സ്റ്റോർ ആകുന്നത്. ഈ ഒരു സ്റ്റോർ ആകുന്ന ടൈമാണ് നമുക്ക് ഇതിലേക്ക് ഈ ബൾബ് കത്താൻ എടുക്കുന്ന ഒരു ടൈമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ BC 547 എന്ന ട്രാൻസിസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന 12 വോൾട്ട് അല്ലെങ്കിൽ 9 വോൾട്ട് ഈ ബേസിൽ അതിലേക്ക് എത്തുകയും, പോസിറ്റീവ് ചാർജ് ബേസിലേക്കും അതുപോലെ തന്നെ എമിറ്ററിലേക്ക് നെഗറ്റീവ് ചാർജ് എത്തുകയും, ആ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഈ ഒരു നെഗറ്റീവ് ലൈന് കളക്ടറിലേക്ക് എത്തുന്നത്. കാരണം ഈ ഒരു നെഗറ്റീവ് ചാർജ്, എമിറ്ററിൽ നിന്നുള്ള നെഗറ്റീവ് ചാർജ് കളക്ടറിലേക്ക് എത്തുകയും അത് റിലേയിലെത്തുകയും, ആ ഒരു സ്വിച്ചിങ് ആണ് റിലേയിൽ നടക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഈ ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ആയിട്ടുള്ള ആ ഒരു ചാർജാണ് ഈ ഒരു ഇതിലേക്ക് എത്തി ഈ ഒരു എമിറ്ററിലേക്കും എത്തിയിട്ടാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ടൈം അതുവരെ നമുക്ക് ഇതിലൂടെ ഈ ഒരു നെഗറ്റീവ് ചാർജ് എമിറ്റർ വഴി കളക്ടറിലേക്ക് എത്തി ഈ ഒരു റിലേ ഓൺ ആകുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഓൾറെഡി നമ്മൾ ഇവിടെ റിലേയിൽ എത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്വിച്ച് വഴി നമ്മൾ ഒരു ബട്ടൺ സ്വിച്ച് വഴി ഒറ്റ പ്രസ്സിങ്ങിലാണ് ഈ ഒരു ചാർജ്, ഈ പോസിറ്റീവ് ചാർജ് നമുക്ക് 47K റെസിസ്റ്റൻസ് വഴി ബേസിലെത്തി, അതുപോലെ തന്നെ പോസിറ്റീവ് ഈ ഒരു കപ്പാസിറ്ററിൽ ചാർജ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈമർ സർക്യൂട്ടിൻ്റെ കമ്പോണൻറ്റുകൾ ഈ ഒരു ഡയഗ്രത്തിലുള്ള മാതിരിയിൽ കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ ലോഡിന്
കണക്ട് ചെയ്യണം. അത് ഞാനിപ്പോൾ ഒരു ബൾബാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഇതേപോലെ ഒരു ബൾബാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൻ്റെ ആദ്യം തന്നെ നമ്മൾ ഒരു ബൾബ് ലോഡ് കണക്ട് ചെയ്തു. ഇത് റിലേ സ്വിച്ചിൻ്റെ ഇവിടെ വഴിയാണ് കണക്ട് ചെയ്തത്. റിലേയുടെ സെൻറ്ററാണ്. പിന്നെ ഈ ഒരു പോർഷനാണ് കണക്ട് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 12 വോൾട്ടാണ് കൊടുക്കുന്നത്. 12 വോൾട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു SMPS ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് 12 വോൾട്ട് നമുക്ക് ക്ലിപ്പ് പോയി കൊടുക്കുന്നത്. 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്തു. ഇത് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ കൊടുക്കുക. ഇവിടെയാണ് പോസിറ്റീവ് കൊടുക്കുക. അതുപോലെ തന്നെ നെഗറ്റീവ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പോളാരിറ്റി ഭാഗത്താണ് വരിക. അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ഭാഗത്താണ് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നത്. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ബട്ടൺ സ്വിച്ച് ഒന്ന് ഓണാക്കി വെക്കുക. എന്താണ് സ്ഥിതി എന്ന് നോക്കാം. അപ്പോൾ ഒന്ന് ഓണാക്കി ഓഫാക്കി നോക്കുമ്പോൾ കുറച്ച് നേരം ബ്ലിങ്ക് ചെയ്തു, ഓഫായി. നമ്മൾ ഇതിൽ ഈ ഒരു കപ്പാസിറ്ററിൽ ചാർജ് ഇതിപ്പോൾ 1000 UF-ൻ്റെയാണ്. അപ്പോൾ കുറച്ചും കൂടി ടൈമും കൂടി നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. കുറച്ച് ടൈം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ കപ്പാസിറ്ററിൽ ഫുള്ള് ചാർജ് ആകുന്നവരെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ ബട്ടൺ ഒന്ന് റിലീസ് ചെയ്തു. അപ്പോൾ ശരിക്കും ഈ ഒരു സർക്യൂട്ടിൽ നമ്മുടെ കപ്പാസിറ്റർ ഈ ഒരു ഡയഗ്രത്തിൽ ശരിക്കും ചാർജ് ആകുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ? അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ സ്വിച്ച് വഴി നമ്മുടെ ഈ ഒരു പോസിറ്റീവ് സപ്ലൈ നമ്മുടെ ബേസിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കപ്പാസിറ്ററിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു 47K റെസിസ്റ്ററിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗ് കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗത്താണ് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഈ ലെഗ് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഈ ഒരു ഭാഗം നമ്മൾ എടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 47K റെസിസ്റ്റർ നമ്മൾ നേരെ ബേസിലേക്ക് കണക്ട് ചെയ്യുക. ട്രാൻസിസ്റ്റർ ബേസിലേക്ക്. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഈ പോസിറ്റീവിലേക്ക് നമ്മൾ നേരെ ഈ ഒരു 47K റെസിസ്റ്ററിൻ്റെ ഈ ഒരു പോർഷനിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ഡയഗ്രത്തിൽ ഞാനൊരു കറക്ഷൻ ചെയ്യാണ്. ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ഈ ഒരു ലെഗ് ഈ ഒരു ഭാഗത്തേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിലേക്ക് ചാർജ് നമ്മൾ ബട്ടൺ അമർത്തുമ്പോൾ ക്ലിയർ ആയിട്ട് ഈ ഒരു കപ്പാസിറ്ററിലേക്ക് ചാർജ് ഫുള്ളായിട്ട് കയറുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനൊരു വയർ നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ 47K റെജിസ്റ്റർ വഴി ബേസിലേക്ക് നേരിട്ട് തന്നെ കണക്ഷൻ പോകണം. അതൊക്കെ പക്ഷേ ഈ ഒരു കണക്ഷൻ നമ്മൾ നേരിട്ട് ഈ കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്യരുത്. അപ്പോൾ അത് നമുക്ക് ടൈമിങ്ങിൽ ഇതിലേക്ക് ചാർജ് ഫുള്ളായിട്ട് കയറുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ഒഴിവാക്കിയിട്ട് നേരിട്ട് തന്നെ നമ്മൾ ഈ ഒരു വോൾട്ടേജ് കപ്പാസിറ്ററിലേക്ക് സ്റ്റോർ ആയി കൊടുക്കുക. അതാണ് ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഒഴിവാക്കുക, കട്ട് ചെയ്യുക, ഈ ഒരു പോർഷൻ കട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ഈ സർക്യൂട്ട് കാണിച്ച അതുപോലെ കറക്ഷൻ ചെയ്തു. ഇനി ഒന്ന് ഓണാക്കി നോക്കാം. കണ്ടോ? ഇതിപ്പോൾ നേരത്തെ ഓഫായി പോകുന്നില്ല. ഇത് കുറച്ച് ടൈം നമുക്ക് ഓണായി കിട്ടുന്നുണ്ട്, കുറച്ച് ടൈം. അപ്പോൾ എനിക്കിത് ഈ ഒരു രീതിയിൽ 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്ത ഈ ഒരു രീതിയിൽ എനിക്ക് 3 മിനിറ്റ് ടൈം കത്തി നിന്നു. 3 മിനിറ്റ് എനിക്ക് കിട്ടി. ഈ 1000 UF കപ്പാസിറ്റർ 25 വോൾട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് 3 മിനിറ്റിൻ്റെ അടുത്ത് എനിക്കിത് കത്തി നിന്നു. ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു കറക്ഷൻ നിങ്ങൾ ചെയ്തു നോക്കുക.
അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.